അസ്സലാമു അലൈക്കും. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, അറിവും ആനന്ദവും പെയ്തിറങ്ങുന്ന വർണ്ണപ്പകിട്ടാറുന്ന ഈ ജില്ലാ സാഹിത്യോത്സവ വേദിയിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു കൊച്ചു കഥ പറഞ്ഞു തരാനാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിന്നത്. പ്രവാചക ചരിത്രത്തിലെ പ്രസിദ്ധയോർന്ന ചരിത്ര പുസ്തകത്തിൽ നിന്നും ചെറിയൊരേട്. കഥയുടെ പേരാണ് പ്രവാചകർ, പ്രശ്നപരിഹാരങ്ങളുടെ കോടതി. പണ്ട് പണ്ട് അറബികൾക്കിടയിൽ തൻ പോരിശയും തറവാട് മഹിമയും ഗോത്രവർഗ വിവേചനവും കൊടികുത്തി വാണിടുന്ന കാലം. ഞങ്ങളാണ് ഉന്നതരെന്നും വാദിച്ചുകൊണ്ടുള്ള സംഘർഷങ്ങൾ വരെ എത്തിച്ചേർന്ന മക്കൾക്കാർക്കിടയിൽ അന്നൊരു ദിവസം വലിയ തർക്കത്തിനിടയായി. അന്ന് മക്കയിലുണ്ടായ വലിയ വെള്ളപ്പൊക്കം കാരണം പരിശുദ്ധ കഅബാലയത്തിന് കേടുപാടുകൾ സംഭവിച്ചു. അങ്ങനെയാണ് മക്കക്കാർ പരിശുദ്ധ കഅബാലയം പുതുക്കി പണിയാൻ തീരുമാനിക്കുന്നത്. മക്കക്കാരായ ഓരോരുത്തരും അവരാലാകുന്ന ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. ഒരു വിഭാഗം മണ്ണെടുക്കുന്നു, മറ്റൊരു വിഭാഗം കല്ല് ചുമക്കുന്നു, ഒരു കൂട്ടർ ജോലിയിലേർപ്പെട്ടവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നു. പരിശുദ്ധ കഅബാലയത്തിന്റെ മിനുക്കുപണികൾ തകൃതിയാൽ നടന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നൊരു ദിവസം ഒരു വലിയ തർക്കത്തിനുടലെടുത്തു. പരിശുദ്ധ കഅബാലയത്തിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്ന സ്വർഗീയ കല്ല്, അതെ അതുതന്നെ ഹജറുൽ അസ്വദ്, അത് അതിന്റെ യഥാസ്ഥാനത്ത് ആര് സ്ഥാപിക്കുമെന്നായിരുന്നു. ഓരോരുത്തരും ഞാൻ വെക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. ആരും ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ കൂട്ടത്തിലുണ്ടായ മുതിർന്ന ഒരാൾ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. ഇനി കഅബയിലേക്ക് കടന്നു വരുന്നയാളെ നമുക്ക് മധ്യസ്ഥനാക്കാം. എല്ലാവരും സമ്മതിച്ചു. ആരായിരിക്കും ആ നീതിമാനെന്ന് എല്ലാവരും നോക്കി നിന്നു. അതാ അങ്ങ് ദൂരെ ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ കടന്നു വരുന്നു. എല്ലാവരും ആ ചെറുപ്പക്കാരനിലേക്ക് നോക്കി നിന്നു. അടുത്തെത്തിയപ്പോലെ മനസ്സിലാവുന്നത് നമ്മുടെ അൽ അമീനല്ലാതെ എല്ലാവർക്കും സമാധാനമായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തെത്തിയപ്പോൾ അവിടെ നിന്നവർ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പങ്കുവച്ചു. ഇതെല്ലാം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഒരു ശീല കൊണ്ടുവരാൻ പറഞ്ഞു. അവർ ഒരു ശീല കൊണ്ടുവന്നു. ആ ശീലയുടെ മധ്യഭാഗത്തായി സ്വർഗീയ കല്ല് ഹജറുൽ അസ്വദ് വെച്ചു. പിന്നീട് ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോയാളെ വിളിച്ച് അതിൻ്റെ ചുറ്റുഭാഗവും പിടിക്കാൻ പറഞ്ഞു. പിന്നീട് അതിൻ്റെ ചുറ്റുഭാഗവും പിടിച്ച് അത് യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ചൊറഞ്ഞ പ്രശ്നങ്ങളും പരിഹരിക്കാൻ തയ്യാറാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.